കോടതിക്കകത്ത് ഒരു കൃത്രിമം നടത്തിയ ആ സംഭവത്തിലെ യഥാർത്ഥ പ്രതികളാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. ആ സംഭവത്തിലെ ഗൂഢാലോചനയിലെ ഇരയെ അല്ല ശിക്ഷിക്കേണ്ടത് എന്നൊരു പോയിന്റാണ് ഞാൻ പറഞ്ഞു വരുന്നത്. യഥാർത്ഥ പ്രതികളെ ഭരണകൂടവും കോടതികളും എന്തുകൊണ്ട് മറച്ചു വെക്കുന്നു? ചാനൽ ചർച്ചകളിലൊക്കെ ഘോരഘോരം അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ച ആളാകുന്നവർ അദ്ദേഹത്തെക്കാൾ ഗുരുതരമായി തെറ്റ് ചെയ്തവരെ വെളിച്ചത്ത് കൊണ്ടുവരാതെ ഒളിച്ചു വെക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യം എനിക്കുണ്ട്. അപ്പോഴാണ് നിങ്ങൾ ഈ തമ്പനിയിൽ കണ്ടതുപോലെയുള്ള ഒരു സംശയം, ഇതുവരെ ആരും ഉന്നയിക്കാത്ത ഒരു സംശയം എൻ്റെ മനസ്സിൽ ഉദിച്ചത്. ആരാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതി? ആന്റണി രാജു ചെയ്തതും തെറ്റ് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തെ ചെയ്യിപ്പിച്ചത് ആര് എന്നത് മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ തന്നെ ഇരയാക്കി വേട്ടയാടുമ്പോൾ വിവരമുള്ളവർ ചോദ്യം ചെയ്യണം. സാക്ഷി വിസ്തരിക്കുന്ന വേളയിൽ ഈ കുഞ്ഞിരാമമേനോൻ ചോദിച്ചു, നിങ്ങളുടെ ഈ തൊണ്ടി മുതലായ ജട്ടി അഥവാ ഈ പ്രതിയുടെ ശരീരത്തിൽ ഇട്ടാൽ അത് അദ്ദേഹത്തിന് യോജിക്കുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? കേസിന്റെ വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങിയിരിക്കുന്നതും അവിടുത്തെ പ്രമുഖ വക്കീൽ തന്നെ സെലിൻ വിൽഫ്രഡ്. സ്വന്തമായി കേസ് നടത്താൻ പ്രാപ്തിയാകാത്ത കേസ് ഫയലുകളൊക്കെ എടുത്ത് കൊടുക്കുകയും ആബ്സെന്റ് ഉള്ളപ്പോൾ കോടതിയിൽ പോയി ആബ്സെന്റ് അറിയിക്കുകയും മാത്രം ചെയ്യുന്ന ഡ്യൂട്ടിയുള്ള 3-4 കൊച്ചു വക്കീലന്മാർ, ജൂനിയേഴ്സ്. ഈ സെലിൻ വിൽഫ്രഡും ഹൈക്കോടതിയിലെ സീനിയർ വക്കീൽ കുഞ്ഞിരാമ മേനോനും ഗൂഢാലോചനയിൽ മെനഞ്ഞെടുത്ത കുതന്ത്രങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഭാവിയിൽ പിടിക്കപ്പെട്ടാലും തങ്ങളെ ബാധിക്കാതിരിക്കാൻ പറക്കമുറ്റാറാകാത്ത ഈ വക്കീൽ കുഞ്ഞുങ്ങളെ കൊണ്ട് പല കടലാസുകളിലും ഒപ്പിടുവിക്കുന്നു. ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിക്കോ അവരുടെ വീട്ടുകാർക്കോ ആവശ്യമില്ലാത്ത ബനിയനും തൊപ്പിയും ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ ഏറ്റുവാങ്ങേണ്ട അത്യാവശ്യം ആർക്കായിരുന്നു? ആ വസ്ത്രം വാങ്ങുന്നതിൻ്റെ മറവിൽ ഈ ഷെഡ് കൂടി കടത്തിക്കൊണ്ടുവരാമെന്നും ഇങ്ങനെ കൃത്രിമം ചെയ്യാമെന്നും തീരുമാനിച്ച ഹൈക്കോടതി വക്കീലും സെലിൻ വിൽഫ്രഡ് വക്കീലും അത് കൈപ്പറ്റിയപ്പോൾ ഒപ്പിടാൻ നിയോഗിച്ചത് ആ വക്കീൽ കുഞ്ഞുങ്ങളിൽ ഒരാളായ ആന്റണി രാജുവിനെ. ആരാണ് അപേക്ഷ കൊടുത്തത്? സെലിൻ വിൽഫ്രഡ്. ആ സെലിൻ വിൽഫ്രഡിന്റെ ഒരു ജൂനിയറായിട്ട് പുറകെ വന്നിരിക്കുന്ന ആയിരുന്നു ഈ ആന്റണി രാജു. ആന്റണി രാജു എൻ്റെ മുമ്പ് ഒരു കേസ് പോലും നടത്തിയിട്ടില്ല. ഈ സെലിൻ വിൽഫ്രഡിന്റെ ജൂനിയർ എന്നുള്ളതല്ലാതെ കേസ് നടത്താറില്ലായിരുന്നു. ഇപ്പോൾ കേസ് വന്നപ്പോൾ ഹൈക്കോടതി വക്കീലും പ്രതിയല്ല, സെലിൻ വിൽഫ്രഡും പ്രതിയല്ല. കേസ് നടത്താൻ ഉത്തരവാദിത്തമുള്ള വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങിയ സീനിയർ വക്കീലിന് കുറ്റമില്ലാതിരിക്കുക എങ്ങനെ ഒരു ജൂനിയർ വക്കീൽ ശിക്ഷിക്കപ്പെടും? ഒരു മുൻമന്ത്രിയാണ് ഈ പണി ചെയ്തത് എന്ന് പറയുന്നവർക്ക് വിവരമില്ലേ? മുൻമന്ത്രിയല്ല, ഒരു കേസ് ഒറ്റയ്ക്ക് നടത്താൻ പോലും പ്രാപ്തിയാകാത്ത വക്കീൽ കുഞ്ഞാണ്. അങ്ങനെയുള്ള ഒരു വക്കീൽ കുഞ്ഞിനെ ഹൈക്കോടതിയിലെ സീനിയർ ക്രിമിനൽ അഭിഭാഷകനും സെലിൻ വിൽഫ്രഡും ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ട് പിടിക്കപ്പെടാതിരിക്കാൻ ജൂനിയർ വക്കീലിനെ കരുവാക്കി ഒപ്പിടിവിച്ചാണ് കോടതിയിൽ. ഈ കേസിന് വേണ്ടി ഒരു ദിവസം പോലും കോടതിയിൽ ആന്റണി രാജു ഹാജരായിട്ടില്ല. അപ്പോൾ സീനിയർ വക്കീൽ പ്രതിയാകാതെ എങ്ങനെ ഒരു ജൂനിയർ വക്കീൽ പ്രതിയാകും? എനിക്ക് അയാളെ PR വർക്കൊന്നുമില്ല. എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആൾക്കൂട്ടത്തിൽ നടത്തുമ്പോൾ സാമാന്യ ബോധമുള്ളവർ ചിന്തിക്കണം.